മെസ്സി നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു കായിക പ്രേമികളുടെയും എല്ലാവരുടെയും ഒരു നല്ല മനസ്സോടെ കാണുന്നൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. നല്ല രീതിയിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകരെ പോലെ തന്നെയുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാലോ അത്. നമുക്ക് നല്ലൊരു സ്പോർട്സ് സംസ്കാരമാണല്ലോ കേരളത്തിലുള്ളത്. ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ ടീം അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹിമാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. സ്പെയിനിൽ മന്ത്രി പോകുന്നതിന് വേറെ കരാറൊന്നും വേണ്ട. മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. അതെ, കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റുമായിട്ടല്ലല്ലോ ഇത്തരം നടപടികൾ. അതെല്ലാം മന്ത്രി തന്നെ പറയുമല്ലോ. മന്ത്രി തന്നെ അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും എന്നൊരു ആലോചനയുണ്ടാവും. അതും അവരെൻ്റെ വഴിക്ക് വരട്ടെ, അതുകൊണ്ട് സാരമൊന്നുമില്ല. അതൊന്നും ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. ഇനി അവർക്കെന്താ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. എല്ലാ സ്റ്റേഡിയം ഇദ്ദേഹം വന്നാലുള്ള നടപടികൾക്കായിട്ട് സ്റ്റേഡിയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. ആ വരുന്നതിനാവശ്യമായ നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയമായിട്ട് മാറണ്ടേ? നമ്മൾ അന്താരാഷ്ട്ര സ്റ്റേഡിയമാണെങ്കിലും അതിനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കണ്ടേ? അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. എനിക്കതറിയില്ല. എനിക്ക് അങ്ങനത്തെ കത്ത് കിട്ടിയതിന് ഓർമ്മയില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും ലഭിക്കാതെ രാജ്യമുമ്പിൽ പല വേദികളിലും അർജന്റീന വരും കേട്ടോ എന്ന് പലതവണയാണ് പറയുന്നത്. അല്ല, അതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അന്നത്തെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനായ ഒരാളല്ല ഞാൻ. അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ A to Z കാര്യങ്ങൾ ഞാൻ അറിയേണ്ടതായിട്ടില്ല സാധാരണഗതിയിൽ. പക്ഷേ അതിനകത്ത് യാതൊരു ക്രമക്കേടുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണ് മെസ്സിയെ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികളാണ് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില ധാരണകളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ കടലാസുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് അന്നത്തെ മന്ത്രി അബ്ദുറഹിമാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടും.